പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സമാധാനത്തിൻ്റെ രാജ്ഞിയായ കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ ഇരുന്നാലും മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ ജീവിതം ദുസ്സഹമാകും. കാരണം എന്തെന്നില്ലാത്ത ഭയം, ഉത്കണ്ഠ, ഒറ്റപ്പെടൽ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇവയൊക്കെ നമ്മെ തളർത്താറുണ്ട്. ഭാരപ്പെട്ടവരും എളിയവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞ ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ മനസ്സിനെ ഇന്ന് നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. ആഞ്ഞടിച്ച കാറ്റിനെയും കടലിനെയും അടങ്ങുക, ശാന്തമാകുക എന്ന് പറഞ്ഞ് നിയന്ത്രിച്ച ഈശോയെ നമുക്ക് ധ്യാനിക്കാം. ജീവിതമാകുന്ന കടലിൽ തിരമാലകൾ പോലെ ഉയരുന്ന നമ്മുടെ ചിന്തകളെ ശാന്തമാക്കാൻ കർത്താവിന് കഴിയും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമ്മുടെ ഉള്ളിലെ ആന്തരിക സംഘർഷങ്ങൾ മാറി ദൈവികമായ ഒരു സമാധാനം നമ്മിലേക്ക് ഒഴുകട്ടെ. സമാധാനത്തിൻ്റെ നിലവിളക്കെ, കൃപാസനം രാജ്ഞി, അമിതമായ ഉത്കണ്ഠയാൽ ശ്വാസം മുട്ടുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പാനിക് അറ്റാക്കുകൾ, നെഗറ്റീവ് ചിന്തകൾ, ഭാവിയെക്കുറിച്ചുള്ള പേടി എന്നിവയിൽ നിന്ന് വിടുതൽ നൽകണമേ. എൻ്റെ കൂടെ ആരുമില്ല എന്ന ചിന്ത മാറ്റി ദൈവം കൂടെ ഉണ്ടെന്ന ഉറപ്പ് അവർക്ക് നൽകണമേ. അകാരണമായ ഭയത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ. സമാധാനത്തിൻ്റെ ആത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. അമ്മേ, വിഷാദത്തിൻ്റെ ഇരുളിൽ അകപ്പെട്ടു പോയ മക്കളെ പ്രകാശത്തിലേക്ക് നയിക്കണമേ. ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ആത്മഹത്യാ ചിന്തകളിലൂടെ കടന്നു പോകുന്നവർക്ക് ജീവിക്കാനുള്ള കരുത്ത് നൽകണമേ. കഴിഞ്ഞ കാലത്തെ ദുഃഖങ്ങളും പരാജയങ്ങളും ഓർത്ത് കരയുന്നവരുടെ കണ്ണുനീർ അമ്മ തുടയ്ക്കണമേ. മനസ്സിലെ മുറിവുകളെ ഈശോയുടെ തിരുരക്തത്താൽ കഴുകി സുഖപ്പെടുത്തണമേ. അവർക്ക് പുതിയൊരു പ്രത്യാശയും സന്തോഷവും നൽകണമേ. ഏകാന്തത അനുഭവിക്കുന്നവർക്ക് അമ്മയുടെ സ്നേഹ സാന്നിധ്യം അനുഭവപ്പെടട്ടെ. പ്രത്യാശയുടെ നിലവിളക്കെ, രാത്രികാലങ്ങളിൽ ഉറക്കം ലഭിക്കാതെ അസ്വസ്ഥത അനുഭവിക്കുന്നവർക്ക് സമാധാനപരമായ ഉറക്കം നൽകണമേ. അനാവശ്യമായ ചിന്തകളെ മാറ്റി മനസ്സിനെ വിശ്രമിക്കാൻ സഹായിക്കണമേ. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കാരണം മനസ്സ് ഭാരപ്പെടുന്നവർക്ക് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള കൃപ നൽകണമേ. മനസ്സിൻ്റെ സമനില തെറ്റിയ അവസ്ഥയിലുള്ളവർക്ക് പൂർണ്ണമായ സൗഖ്യം നൽകണമേ. സന്തോഷവും സംതൃപ്തിയുമുള്ള ഒരു ജീവിതം ഓരോ വിശ്വാസിക്കും ഈ പ്രാർത്ഥന വഴിയായി ലഭിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ നിമിഷം നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ആന്തരിക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൃപാസന മാതാവേ, മാനസികമായ അസ്വസ്ഥതകളാൽ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മ ആശ്വസിപ്പിച്ചുവെന്നും അവർക്ക് ശാന്തി നൽകിയെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി മുതൽ സന്തോഷമുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ജീവിക്കുമെന്ന് ഏറ്റുപറയുന്നു. അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും മാനസിക ആരോഗ്യവും നിങ്ങളിൽ നിറയട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.